Good morning, all. Good Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് അജിരാജ് സാറാണ്. സാറ് നമ്മളുടെ മോർണിംഗ് സർക്കിളിലെ സ്ഥിരം പാർട്ടിസിപ്പന്റ് ആണ്. സാർ അതുപോലെ തന്നെ ഒത്തിരി നല്ല ഫീഡ്ബാക്കുകൾ, മനോഹരമായ വാക്കുകളിൽ സാറ് ഗ്രൂപ്പിൽ അയക്കാറുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കാറുണ്ടെന്ന് വിചാരിക്കുന്നു. സാറ് BVET ലൈഫ് സ്കിൽ സെന്ററിലെ വർക്ക് ചെയ്യുന്നു. സാറിനെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യുന്നു. Thank you. Hi. Hello. Good morning to all. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. അതിന്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ രാവിലത്തെ. അത് പ്രശ്നമില്ലല്ലോ? ഇല്ല, അത് കുഴപ്പമില്ല. ഓക്കെ. എൻ്റെ പേര് അജിരാജ്. സ്ഥലം കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലെ ലൈഫ് സ്കിൽസ് ബിബറ്റ് സെന്റർ ഫോർ കൗൺസിലിംഗ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൽ എന്തെങ്കിലും നോയ്സ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നുണ്ടോ? ഹലോ, ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതല്ല, എന്റെ സറൗണ്ടിങ്സിൽ നിന്ന് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയ്സ്? ഇല്ല സാർ, ഓക്കെ. അറിയില്ല, എവിടെന്നോ വരുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ അകത്ത് ഫാദർ ഉണ്ട് കേട്ടോ, അതാ ചോദിച്ചു. ഓക്കെ. ഇവിടെ ലൈഫ് സ്കിൽസ് ബിബറ്റ് സെന്റർ ഫോർ കൗൺസിലിംഗ് ആൻഡ് ട്രെയിനിങ് സെന്ററിലെ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണം. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. എല്ലാവർക്കും സുഖമാണല്ലോ? ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഞങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ്. ശരിക്കും നമ്മുടെ ഭൂമി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യര്, സസ്യജന്തുജാലങ്ങള് മറ്റെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ ഇവിടുത്തെ അവകാശികൾ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സറൗണ്ടിങ്സിലെ കുറച്ച് ഗിഫ്റ്റഡ് ചിൽഡ്രൻസ്, അഥവാ നമ്മുടെ കോമൺ പൊതുഭാഷയിൽ പറഞ്ഞ ഡിസേബിൾഡ് പേഴ്സൺസ്, അവരുടെ കുറെ അനുഭവങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും ഒന്ന് പൊതുസമൂഹത്തിന് അവെയർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഒരു വിഷയം എടുത്തത്. ഓക്കെ. പക്ഷേ അതില് ഞാൻ രണ്ട് വ്യക്തിത്വങ്ങളുടെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ പേഴ്സണെ മിസ്റ്റർ എക്സ് എന്ന് എടുക്കാം. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ADHD. ഇതില് ആ വേർഡ് ഫെമിലിയർ ആണോ എല്ലാവർക്കും? ADHD അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ സാർ, ചിലപ്പോ അറിയാത്ത ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ. ഞാൻ അത്ര സയന്റിഫിക് ടൈമിലൊന്നും പോകുന്നില്ല. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഈ പിരിപിരി കൊണ്ടിരിക്കുക, ഒരിടത്തെങ്ങും സ്റ്റേബിൾ ആവാത്തൊരു സ്റ്റേറ്റ് ആണ്. നമ്മളെല്ലാം നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ ഒരു നോർമൽ ഫോം. ഓക്കെ. അപ്പം ഈ പേഴ്സൺ എക്സ് എന്ന് പറയുന്ന വ്യക്തി തന്റെ ജീവിതത്തിൽ ADHDയുടെ എക്സ്ട്രീം ലെവലിലായിരുന്നു. അദ്ദേഹം ക്ലാസ്സുകൾ ഓരോന്നും കഴിഞ്ഞു പോകും തോറും അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞു പോയി. ഏകദേശം ഒരു 6ാം ക്ലാസ് എത്തിയതോടെയാണ് ഇദ്ദേഹം ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചു തുടങ്ങും. അതായത് അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു മാനറിസം കാരണം ആദ്യം ടീച്ചർ പണിഷ്മെന്റ് ആയിട്ട് ബെഞ്ച് കയറ്റി നിർത്തുകയും, പിന്നീട് അത് ക്ലാസ് റൂമിന്റെ വരാന്തകളിലാവുകയും, പിന്നീട് അത് ക്ലാസ് റൂമിന്റെ വരാന്തയിൽ ഒരു വൃത്തത്തിനുള്ളിൽ വരച്ചു നിർത്തുകയും ചെയ്തു. എന്നാൽ ടീച്ചറിന് അറിയാമോ, ഈ ഒരു ADHD എന്നുള്ളൊരു അവസ്ഥയുള്ള ഒരാൾക്ക് ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എവിടെയെങ്കിലും നിൽക്കുമോ? അവസാനം അങ്ങനെ ആ ഒരു സർക്കിൾ ട്രീറ്റ്മെന്റും കഴിഞ്ഞതോടുകൂടി ഈ ടീച്ചർമാര് ഈ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിന്റെ പേരൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി അവനെ സ്കൂളിലേക്ക് അയക്കേണ്ട, വീട്ടിൽ ഇരുത്തിയാൽ മതി, പരീക്ഷ സമയത്ത് മാത്രം
സ്കൂളിലേക്ക് വിട്ടാൽ മതി. അങ്ങനെ ആ രക്ഷിതാക്കൾ അത് ഏറ്റെടുക്കുകയും പിറ്റേന്ന് മുതൽ അവര് ജോലിക്ക് പോകുമ്പോൾ വീട്ടിനുള്ളിൽ അടച്ചിടുകയും ചെയ്തു. എന്നാൽ മിസ്റ്റർ എക്സ് വീട്ടിനുള്ളിൽ അടങ്ങിയിരുന്നില്ല. പേരൻസ് പൂട്ടിയിട്ടിട്ട് പുറത്തു പോകുമ്പോഴത്തേക്കും ആ വീടിന്റെ മേൽക്കൂരയിൽ കൂടെ കടന്ന് ഓട് ഇളക്കി പുറത്ത് കടന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്ത്. പിന്നെ കാലക്രമേണ അദ്ദേഹം 10th പാസ്സാവുകയും +2 പാസ്സാവുകയും ഏകദേശം +2 പാസ്സാകുമ്പോൾ നമുക്ക് അറൗണ്ട് 17-18 years ആവും. അപ്പോഴും അദ്ദേഹത്തിന് ADHD, ഇന്റലക്ച്വൽ ഡിഫിക്കൽട്ടി, അതായത് ഭൗതികപരമായ ഡിസേബിലിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് എഴുതുവാനോ വായിക്കാനോ ഒന്നും അറിയില്ലായിരുന്നു. ഏകദേശം അദ്ദേഹത്തിന്റെ ഒരു 18 വർഷക്കാലത്തോളം അദ്ദേഹം അക്ഷരങ്ങളുടെയോ വാക്കുകളുടെയോ ഒന്നും ഇല്ലാതെ ആ ഒരു അക്ഷരലോകത്ത് അദ്ദേഹം ഒരു ഇരുണ്ട പിള്ളറയിലായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കഥ കേൾക്കുന്നത് ഞങ്ങളുടെ സ്ഥാപനം ഏകദേശം ഒരു 6 വർഷം മുമ്പ് 2019 ചാത്തന്നൂരിൽ ആരംഭിച്ചപ്പോൾ അവിടുത്തെ ആദ്യ വിദ്യാർത്ഥിയായിട്ട് അദ്ദേഹം അഡ്മിഷൻ എടുക്കുകയാണ്. അഡ്മിഷൻ എടുത്തു. പതുക്കെ അദ്ദേഹം അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങി. അക്ഷരങ്ങൾ അത് വാക്കുകളായി, വാക്കുകൾ അത് വാക്യങ്ങളായി, വാക്യങ്ങൾ കൊണ്ട് ഇന്ന് അദ്ദേഹം അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടുത്തെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വൈകല്യം, ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ വിവിധതരം ഡിസബിലിറ്റീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ADHD, ഓട്ടിസ്റ്റിക് തുടങ്ങിയ ഇത്യാദി എല്ലാം സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയുന്നില്ല. അപ്പം ഓട്ടിസ്റ്റിക് തുടങ്ങിയ ഡിസബിലിറ്റീസ്. കേൾക്കുന്നില്ലല്ലോ സാറേ. ഓക്കെ അവിടെ ഓക്കെ. ഇപ്പം ഈ വൈകല്യത്തില് നമുക്ക് സിവിയർ ആയിട്ടുള്ള കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവരെ മാനേജബിൾ അല്ല. പക്ഷെ ഈ വ്യക്തിയുടെ കേസിൽ അദ്ദേഹത്തിന്റെ IQ ലെവൽ എന്ന് പറഞ്ഞത് ബിലോ 70ക്കും 50ക്കും ഇടയില. അതായത് നമുക്ക് അവരെ മാനേജബിൾ ചെയ്യാനും ട്രെയിനബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനും ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനുള്ള ഒരു വ്യക്തിക്ക് ട്രെയിൻ ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അക്കാഡമിക്സ് ആയാലും അക്ഷരങ്ങളായാലും വാക്കുകളായാലും ആ ഒരു വ്യവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ പറ്റും. നമ്മൾ ആ ഒരു ഇത് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് അദ്ദേഹത്തിന് ഏകദേശം 25ഓളം വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ 18 വയസ്സോളം അദ്ദേഹത്തിന് അക്ഷരത്തിൽ നിന്ന് ഏറെ പുറത്തായിരുന്നു. എന്നാൽ ഈ 7 വർഷം കൊണ്ട് അദ്ദേഹം ആർജിച്ചെടുത്ത ഒരു നേട്ടങ്ങൾ നമുക്ക് വിശ്വസനീയ അതീതമാണ്. ഇതൊരു നിത്യജീവിത എക്സാമ്പിൾ ആണ്. അതായത് ഇങ്ങനൊരു ഫലം നമുക്കിടയിലുണ്ട്. അതായത് ഈ ഗിഫ്റ്റഡ് ചൈൽഡ്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനത് ഗിഫ്റ്റഡ് ചൈൽഡ് എന്നാ പറയുന്നത്. നമ്മളെല്ലാം മാറ്റി നിർത്തുകയാണെങ്കിലും ഇങ്ങനെ ഒരു കുറച്ച് വിഭാഗത്തെ ട്രെയിനബിൾ ചെയ്ത് നമ്മുടെ ചുറ്റും നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അവരെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് യാതൊരു വ്യത്യാസവും തോന്നാറില്ല. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ഡിഗ്രി സോഷ്യോളജിയിൽ അദ്ദേഹം ഡിഗ്രി പൂർത്തിയാക്കി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം നേരിട്ട ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അദ്ദേഹത്തിന്റെ വായനയോടൊപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ സ്പീഡ് കിട്ടുന്നില്ല. നമുക്കറിയാം എഴുതാൻ ഇന്ന് സ്ക്രൈബിനെ പോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഇദ്ദേഹം അന്വേഷിച്ചപ്പം യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ റോൾ ഉണ്ട്, സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതാം. പക്ഷെ അങ്ങനെ അദ്ദേഹം സ്ക്രൈബിന്റെ കാര്യം അവിടെ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർക്ക് പോലും ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല. പിന്നീട് അതിനെപ്പറ്റി വ്യക്തമായി പഠിച്ച് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. അദ്ദേഹം സ്ക്രൈബിനെ വെച്ച് അദ്ദേഹം തന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോഴ്സ് ചെയ്യാനായി അദ്ദേഹം ട്രൈ ചെയ്തു.
റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഒരു സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ഓർഗനൈസേഷനാണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അഥവാ RC. പക്ഷെ അവിടെ ചെന്നപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയ തിരിച്ചടി മാത്രം അദ്ദേഹത്തിന്റെ ഡിസബിലിറ്റിയുടെ പേര് വെച്ച് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. എനിക്ക് അവിടെ തോന്നിയ സ്വാഭാവിക ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് അപേക്ഷിക്കുമ്പം ഈ പറയുന്ന കണ്ടീഷനും ക്രൈറ്റീരിയ എല്ലാം വെച്ച് നമ്മൾ അപേക്ഷിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു? അതിന്റെ ഒപ്പക്സ് ഇൻസ്റ്റിറ്റ്യൂഷനും അതിന് അതിന്റെ കോഴ്സിന് അംഗീകാരം കൊടുക്കുന്ന RCക്ക് പോലും ബുദ്ധിമുട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്മിഷൻ കൊടുക്കാൻ തയ്യാറല്ല. അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതായത് അവിടെ ഞാൻ ചൂണ്ടിക്കാണാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ചില അത് അവര് അവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടും മറ്റൊരു വിധത്തിൽ അവരുടെ വാതിലുകൾ അടയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതൊരു സൊസൈറ്റിയില് ഒരു ഇഷ്യൂ അല്ലേ? ഈ അടുത്ത സമയത്ത് നീറ്റ് എക്സാമിന്റെ വിഷയം നമ്മൾ എല്ലാവരും കണ്ടു. അവിടെ വന്ന് ഒരു പ്രക്ഷോഭം നടക്കുകയും അതിനു വേണ്ട മാറ്റങ്ങളിലേക്ക് നമ്മുടെ സമൂഹം മാറി, സമൂഹം ഒറ്റക്കെട്ടായി നിന്ന്. പക്ഷെ ഇതുപോലുള്ള വ്യക്തിത്വങ്ങളുടെ പ്രശ്നങ്ങൾ പൊതുധാരയിൽ അവർക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം അവർക്ക് കയറാൻ പറ്റാത്ത, അവർക്ക് നടന്നു കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ റാമ്പ് പോലെ ഫെസിലിറ്റി, അത് നമ്മുടെ എത്ര സ്ഥാപനങ്ങളിലോ എത്ര ഇൻസ്റ്റിറ്റ്യൂഷനിലോ നമുക്കത് കാണാൻ കഴിയും. പിന്നെ നമ്മുടെ പബ്ലിക് പൊതുവെ പൊതുവെ കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പത്തറ്റിക്. നമുക്ക് ആ സിമ്പത്തറ്റിക് അല്ല അവരുടെ ഇടയിൽ വേണ്ടത്, എംപത്തറ്റിക് ആണ്. എംപത്തറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരാൾ ഒരു കാര്യം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഓക്കെ അല്ല, നമ്മളെപ്പോലെ അതായത് നമ്മൾ ഒരുവനെ പോലെ നമ്മൾ അവനെ കാണുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു റിജക്ഷന്റെ കാര്യം പറഞ്ഞപ്പം, നമ്മള് ട്രാഫിക് എന്ന സിനിമയില് അനൂപ് മേനോൻ എന്ന പോലീസുകാരനോട് ജോസ് പ്രകാശ് എന്ന് പറയുന്ന ഡോക്ടർ പറയുന്നു, നിങ്ങൾ ഇന്നെടുക്കുന്ന എന്നൊരു തീരുമാനം നാളെ ചിലപ്പം ചരിത്രത്തിന് വഴിമാറാം. പക്ഷെ ഞാൻ ചിന്തിച്ചത്, ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹെഡ് ഒരു പക്ഷേ ആ നോയ്ക്ക് പകരം എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കഴിഞ്ഞ നാളുകൾക്കിടെ ഇതൊരു ചരിത്രമാകാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ വ്യവസ്ഥിതിയിൽ ഇതുപോലുള്ള വ്യക്തികൾ നേരിടുന്ന പ്രശ്നം. ഇത് ഞാൻ ഉദാഹരണമായി എടുത്ത ഒരു പേഴ്സണാണ്, അദ്ദേഹം ഒരു മെയിലാണ്. ഇനി മറ്റൊരു ഉദാഹരണം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് വൈ എന്ന് എടുക്കുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. ആ കുട്ടിയും ആ കുട്ടിയുടെ വിദ്യാഭ്യാസ സമയത്ത് നേരിട്ട ഒരു പ്രധാന പ്രശ്നമാണ്, അധ്യാപകർ ഇങ്ങനെ ചോദ്യം ചോദിച്ച് വന്നിട്ട് ആ കുട്ടിയുടെ നേർക്കെത്തുമ്പോൾ മാത്രം ഇന്ന ആളാണ്, ഒരു ഉത്തരം വരില്ല, ഇതാണ്. അതായത് നമ്മൾ അതിനെ ഒരു പ്രിജുഡീസ് മുൻധാരണയോടുകൂടി കണ്ടിട്ട് ഇങ്ങനാണ്, ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അടുത്ത വ്യക്തിത്വങ്ങളിലോട്ട് പോകും. അത് ആ കുട്ടി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മറ്റൊന്ന്, ആ കുട്ടിയുടെ അമ്മയും കൂടെ ഒരു പ്രമുഖ ബാങ്ക്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പ്രമുഖ ബാങ്കിലെ ആവശ്യത്തിനായിട്ട് പോയി. ബാങ്കിലെ സ്റ്റാഫ് ഈ കുട്ടിയുടെ കയ്യിലും ഒരു പേപ്പർ എടുത്ത് ഒരു ഫോം കൊടുത്തിട്ട് ഫില്ല് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഫോം നോക്കി ഇങ്ങനെ കണ്ണിക്കൂടെ വെള്ളം വന്നോണ്ട് ഇരിക്കണം. അപ്പം ബാങ്ക് എംപ്ലോയി ആ കുട്ടിയോട് ചോദിച്ചു, എന്താ ഫോം ഫില്ല് ചെയ്യുന്നില്ലേ? അപ്പം ആ കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുശേഷം ആ കുട്ടിയോട് ചോദിച്ചു, എവിടം വരെ പഠിച്ചു? +2 വരെ പഠിച്ചു. ആ +2 വരെ പഠിച്ച എന്താ ഇങ്ങനെ ഒരു ഫോം തനിക്ക് ഫില്ല് ചെയ്യാൻ അറിയില്ലെന്നും പറഞ്ഞു. അത് ഒരു ബാഡ് എക്സ്പീരിയൻസ് അവിടെ നിന്നും ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ആ കുട്ടിയും ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇന്ന് ഈ
മിസ്റ്റർ എക്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടിയും നമ്മുടെ ഒരു IQ ലെവൽ ഒരു 50 to 70 റേഞ്ച് അകത്ത് വരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പം ഈ കുട്ടിയെ നമുക്ക് ട്രെയിൻ ചെയ്ത പല കാര്യങ്ങളും പഠിപ്പിക്കാനും സോഷ്യൽ അവയർനെസ്സും മറ്റു പല കാര്യങ്ങളും എല്ലാം ആ കുട്ടിയെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത് വരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ കുട്ടി സ്വന്തമായിട്ട് പുസ്തകം വായിച്ച് അതിന്റെ ആശയം പകർത്തക്കത്തക്ക രീതിയില് ഇവിടെ ഞാൻ ഈ 2 എക്സാമ്പിൾസും പറഞ്ഞത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഇന്നും എന്താ പറയുക നമ്മുടെ മുഖ്യധാരയില് പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കണം. അതിലൊന്നാമത്തെ കാര്യമാണ് പൊതുസമൂഹത്തിനെ അവർ അക്സെപ്റ്റ് ചെയ്യുക. അതെനിക്ക് പലപ്പോഴും നേരിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതി പലപ്പോഴും നേരിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അവരെ ഒരു നടന്നു പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ മന്ദബുദ്ധി പല ടേംസ് യൂസ് ചെയ്ത് അവരെ കളിയാക്കുക, അതിപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെ ഒരു മാറ്റം വരണം. ഇങ്ങനെയുള്ളവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം. പിന്നീട് ഇങ്ങനെയുള്ള ഹലോ ആരെങ്കിലും പറഞ്ഞോ? ഹലോ. ഓക്കെ. അപ്പം ഇവരെ ചേർത്ത് പിടിക്കാൻ ഓക്കെ മാം. ഓക്കെ ഇവരെ നമുക്ക് ചേർത്ത് പിടിക്കണം. അതിനു വേണ്ടി നമ്മുടെ നിയമവ്യവസ്ഥയിലും മറ്റു കാര്യങ്ങളും സിമ്പതറ്റിക് അല്ലാതെ എംപതറ്റിക് ആയിട്ട് വേണം. ഇത്രയും ഒരു ബേസിക് ആയിട്ട് ഞാൻ പറയുന്നു. ഇതിന്റെ ഫസ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് എടുത്ത് ഞാൻ കൊണ്ടുവന്നതാണ്. ഹലോ ആർക്കെങ്കിലും ഇതേപോലെ ഹലോ മാം. കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. അപ്പം അതായത് ഞാൻ ഇന്ന് ഈ ഒരു വിഷയം തന്നെ എടുത്ത ആദ്യം വിഷയം കേൾക്കുമ്പം നമുക്കെല്ലാം തോന്നും ഞങ്ങളും ഈ ഭൂമിയുടെ അവകാശികൾ, ഒന്നീ ഒരു ബുക്ക് റിവ്യൂ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പൊതുവെ മനസ്സിൽ തോന്നുക. പക്ഷേ ഈ 2 കഥകളും ഇന്ന് ജീവിച്ചിരിക്കുന്ന 2 ഉദാഹരണങ്ങളാണ്. നമ്മള് പലരും നോ പറഞ്ഞ് എഴുതി തള്ളിയ ഈ 2 വ്യക്തിത്വങ്ങളെ നമ്മളൊന്ന് ഒരു ചെറിയ കൈത്താങ് കൊടുത്തപ്പോൾ അവർ ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അത് ഞങ്ങളിന്ന് നേരിട്ട് അനുഭവിച്ചറിയുന്നതാണ്. നമ്മളത് നേരിട്ട് അനുഭവിക്കുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിടെയും നമ്മൾ ഡെയിലി ഓരോരുത്തരെ കാണുമ്പോഴും ഇവര് വന്നിട്ട് അപ്രീസിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നല്ല മികച്ചതായിട്ട് ചെയ്യുന്നു. അത് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു എംപതറ്റിക്കിനെക്കാട്ടി ഒരു സിമ്പതറ്റിക് അതല്ല അവർക്ക് വേണ്ടത്. അവരെ സിമ്പതറ്റിക് ആയിട്ട് ഉപരി അവരെയും ഈ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പാർട്ടായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളും ചെയ്യുന്ന ഗുഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് നമ്മളും വരേണ്ടതെന്ന് ഉള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് വരേണ്ടത്. ഇനി ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല ഇതിന്റെ ഒരു ഓൺലൈൻ സെക്ഷനായാലും ഓഫ്ലൈൻ സെക്ഷനായാലും ഇതുപോലൊരു ടോപ്പിക് ഫസ്റ്റ് ടൈം ആണ്. അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷനും ഉണ്ട്. ഇനി ആർക്കെങ്കിലും ഇതേപോലുള്ള എക്സ്പീരിയൻസോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. അല്ല മാം. ഹലോ. കേൾക്കുന്നുണ്ട് സർ. ഫീഡ്ബാക്ക് പറയാം. പറഞ്ഞോളൂ മാം. അതെ സാറേ, ഇപ്പോഴും ഈ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ എത്രയോ വ്യക്തിത്വങ്ങളെ മാറ്റി നിർത്തുന്നു ആൾക്കാര്. അവരെ ഇപ്പൊ സാറ് പറഞ്ഞോണം തന്നെ നമ്മളെ എമ്പതിയോടുകൂടി ചേർത്ത് പിടിച്ച് അവരെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവര് നമ്മളെക്കാളും ഇതായിട്ട് എന്താ പറഞ്ഞ നമ്മളെക്കാളും കൂടുതൽ ശോഭിക്കും ഈ ഇതില് എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തില്. അത് നമുക്ക് എല്ലാം ഉണ്ടായിട്ട് തന്നെ അത്രയും കഴിയുന്നില്ല. അവർക്ക് കൂടുതൽ കഴിവുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണില്ല. ആരും മനസ്സിലാക്കുന്നില്ല. അവർക്ക് ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു രീതിയിൽ അവർക്ക് കഴിവുകൾ ഏറ്റവും കൂടുതലുണ്ട്.
അതിനെ കണ്ടുപിടിക്കാനോ അവരെ ചേർത്ത് നിർത്താനോ ആരും തയ്യാറാകുന്നില്ല. അവരങ്ങനെയാണ്. അവരോട് പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അവരങ്ങനെയാണ്. അവരെ അങ്ങോട്ട് മാറ്റി നിർത്തുവാണ് എല്ലാവരും ചെയ്യുന്നത്. സ്വന്തം അച്ഛനമ്മമാര് പോലും അങ്ങനെയാണ് ഇന്ന് ചെയ്യുന്നത്. ആര് ചെയ്യുന്നു? അവരെ കൈപിടിച്ച് കയറ്റാൻ ആരും തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മളൊന്നും നമ്മളുള്ളവരെങ്കിലും ഇതുപോലെ ഉള്ള വ്യക്തിത്വങ്ങളെ കണ്ടാൽ അവരോട് എമ്പതിയോടുകൂടി പെരുമാറി അവരെ എന്തായാലും നമുക്ക് കഴിയുന്ന വിധം അപ്ഗ്രേഡ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നല്ലൊരു സെഷനായിരുന്നു സാറേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സർ. സാറിന് മാം. താങ്ക് യു. അജിരാജ് സാറിന്റെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു. ശരിക്കും ചിന്തിപ്പിക്കുന്നതായിരുന്നു ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളിപ്പോ സ്കൂളിലൊക്കെ തന്നെ ആയാലും ടീച്ചേഴ്സ് ഒക്കെ ഈ ADHD ഉള്ള കുട്ടികൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ആദ്യം. അപ്പൊ അവരെ നമ്മൾ തെറ്റിദ്ധരിക്കും, അവരെ അവഗണിക്കും, ശ്രദ്ധയില്ല, അനുസരണയില്ല എന്നൊക്കെയുള്ള ലാബിലൊക്കെ ചെയ്യും. ശരിക്കും ഇതൊരു അവയർനെസ് തന്നെയാണ് സാറിന്റെ ഈ ഒരു ക്ലാസ്. അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് സാർ പറഞ്ഞ പോലെ വേണ്ടത് സിമ്പതി അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്, അക്സെപ്റ്റൻസ് ആണ്, സപ്പോർട്ടാണ്. ശരിക്കും നമ്മൾ അവരെ കുറ്റപ്പെടുത്താണ്ട് മാം പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും നമ്മൾക്കറിയാത്ത. ആ കഴിവുകളൊക്കെ നമ്മൾ തിരിച്ചറിയുകയും ക്ഷമയോടെയും ശരിയായിട്ടുള്ള ഗൈഡൻസോടും കൂടി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്കൊക്കെ നല്ല മികച്ച രീതിയിൽ അവർക്കും വളരാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു മാം. പറഞ്ഞ ഒരു സാറിന്റെ റിയൽ ലൈഫിലുള്ള 2 എക്സ്പീരിയൻസുകളും ശരിക്കും നമുക്ക് ടച്ച് ചെയ്യുന്നത് തന്നെയായിരുന്നു അവരുടെ സ്റ്റോറീസ്. താങ്ക് യു. ഓക്കെ മാം. ആർക്കെങ്കിലും ഫീഡ്ബാക്കുകൾ പറയാനോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റാന്നൊക്കെ ഉള്ളത്. നമ്മളുടെ അഭിപ്രായം ഒരു കാര്യം കൂടെ പറയാനൊക്കെ. പറഞ്ഞിട്ട് പറഞ്ഞോളൂ സർ. ഇതെന്റെ ഫസ്റ്റ് നോൺ ടോപ്പിക് സെഷനാണ്. വിംബ്ലി വന്നപ്പോ തന്നെ ഇങ്ങനെ വിളിച്ചു, ഞാൻ എസ് പറയാൻ. അതൊക്കെ ഒരു ഇൻസ്പയർ ആയത് നമ്മുടെ സൂസൻ മാം, പിന്നെ റൌഫ് സാറ്. ഞാൻ ഡെയിലി കയറുമ്പോൾ കണ്ടിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. പക്ഷെ മാമൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. എന്നാലും ശരിക്കും ഇതൊരു ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമാണ്. മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക. താങ്ക് യു സർ. ഇനി ആരും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ എന്നാ. നമ്മുടെ സ്ഥിരമായിട്ട് ഫീഡ്ബാക്ക് പറയുന്ന ആളുകളൊക്കെ join ചെയ്യും. അതെ സൂസൻ മാം കുറച്ച് ദിവസമായിട്ടായി ജോയിൻ ചെയ്തിട്ട്. ബാക്കിയുള്ളവർക്ക് മുന്നോട്ട് വരാം, പറയാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ സർ. ഓക്കെ മാം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ മാം. ഓക്കെ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. കുറച്ച് വർക്ക് കാര്യമായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പറയണ്ടേ, കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പൊ കേൾക്കാൻ പോയി. അപ്പൊ അഭിപ്രായം പറയണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ അറിയണല്ലോ, എന്താ പറയണ്ട, കേൾക്കണല്ലോ.
ഓക്കെ ഒന്നും ഓക്കെ സാർ. കേൾക്കുന്നില്ല, ലാസ്റ്റ് ഫൈനലായി പോയി. ഞാൻ സാറിന്റെ ഓക്കെ വീഡിയോ കേൾക്കാം, ശേഷം ഞാൻ ഓക്കെ എന്താണ് അതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഓക്കെ ഓക്കെ സാർ. താങ്ക് യു പ്രദീപ് സാർ. ഓക്കെ. ഇനിയും ഓക്കെ എന്താ പറയണ്ട, തുടക്കമല്ലേ, അപ്പൊ എന്താ പറയുക, നമ്മളെപ്പോഴും ഒരു പ്രോത്സാഹനം, എന്താണ് ഒരു ആരെങ്കിലും ഒരു എന്താ പറയണ്ട, എന്തെങ്കിലും ഒരു പ്രോത്സാഹനം, അംഗീകാരം കിട്ടുമ്പോൾ അതൊരു മനസ്സിന് കൂടുതൽ എന്താ പറയണ്ട, ചെയ്യാനും എന്താ പറയണ്ട, കുറച്ചും കൂടി മോട്ടിവേഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് ആരും ഇല്ലാത്തത് കൊണ്ട് ഒരു വിഷമം എനിക്കും ഉണ്ട്. എന്താണ് അഭിപ്രായം നോ സർ, പറയാ, നോ സർ. ഇല്ല, ഒരാള് അങ്ങനൊന്നുമില്ല. കൂടെ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ മറ്റുള്ളവരെ കേൾക്കുക എന്ന് പറയുന്നത് ഇല്ല നല്ലൊരു. സർ, ഈ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻകറേജ് ചെയ്യുക, അപ്ലിഫ്റ്റ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് കാണാറ്. ഇത് വന്നിട്ടുള്ളവരെല്ലാം ദൈവത്തിന്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുക, നമ്മളെ ആരെയും ഡൗൺ ചെയ്യാതെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് തന്നെ ഒരു ബെറ്റർ ഇതാണ്. ഇതിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെ ഇതായിട്ട് സംസാരിക്കാനും അങ്ങനെ കേൾക്കാനും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറയുന്നത് ബിൻബിൾ വലിയൊരു നല്ലൊരു അതെ സംഭവമായിട്ട് ഒരുക്കമാണ്. അതിലൊക്കെ നല്ല അതെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരിപാടികളിൽ എന്ന് പറയേണ്ട സംഭവങ്ങൾ ഉണ്ട് ഓൾറെഡി. എല്ലാം അങ്ങനെ ഡീപ്പ് ആയിട്ടുള്ള, ഡെപ്ത് ആയിട്ടുള്ള എന്താ പറയണ്ട നോളജ്, അതൊക്കെ ആർക്കും ആവശ്യമുണ്ട്. അപ്പൊ എന്താ പറയണ്ട, അത് വളരെ വാല്യുബിൾ ആയിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവര് നമുക്ക് അറിയുന്നില്ല എന്നാ എന്റെ അഭിപ്രായം. എന്ന് പറയണ്ട, കൂടുതലായിട്ട് നമ്മൾ അത് അറിയിക്കണം, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. ഞാനും അങ്ങനെയുള്ള ഓരോ മറ്റുള്ള ഓരോ പ്രവർത്തനങ്ങളായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാറ് വീണ്ടും ഉണ്ടാവണം. എന്ന് പറയണ്ട, അടുത്ത ഈവനിങ്ങിൽ കുറച്ചും കൂടി ഇതായിട്ട് ഈവനിങ് ക്ലാസ്സിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഒന്ന് രണ്ട് എന്താ പറയണ്ട, ഇതിൽ തന്നെ തുടങ്ങിയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും കാണാം. സാർ അറിയിക്കത്. അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഞാൻ എന്താണ് റെഡി ആവാം. അപ്പൊ എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോ ഒരു എന്താ ഒരു ക്ലാസ് കൊടുക്കുന്ന ആളായിട്ട് മാത്രമല്ല, നമുക്ക് നിങ്ങളെ കുറച്ചൊരു പരിചയം വേണം ഇങ്ങനെയൊക്കെ. എന്നിട്ട് അത് സ്റ്റാൻഡേർഡ് ആക്കുക എന്ന് പറയുന്നത് കുറച്ച് നല്ല കാര്യമായിരിക്കും. അങ്ങനെ നല്ല നല്ല ഡിസ്കഷൻ എന്ന് പറയണ്ട, മറ്റുള്ള അതുപോലെ കുറച്ച് ആ മേഖലകളിലുള്ള മറ്റുള്ള ആൾക്കാർ. അപ്പോൾ ഇപ്പൊ ക്ലാസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു എന്താ പറയണ്ട, ഇത് കിട്ടണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താ പറയണ്ട, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നല്ലതായിരിക്കും. ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു പ്രദീപ് സാർ. രാജിരാജ് സാർ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ ആയിട്ട് വരണം. താങ്ക് യു സോ മച്ച്. സാറ് എഴുതാറുണ്ടോ? ഇല്ല, ഞാൻ ഏകദേശം 3 വർഷം മുമ്പ് ഒരു IT സെക്ടറിലായിരുന്നു. ആണല്ലേ. എന്തായാലും സാറിന്റെ ഫീഡ്ബാക്കുകളൊക്കെ വായിക്കാൻ നല്ല രസമാണ് കേട്ടാ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ലിറ്ററേച്ചർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇപ്പൊ ഫ്രീ ആയിട്ട് 2-3 വർഷം ഫ്രീ ആയപ്പോഴാണെന്ന് എന്തായാലും കഴിവുണ്ട് സാറിന്, കഴിവുണ്ട് സാർ. അതെന്തായാലും തുടർന്നുണ്ടാവണം, ചിന്തിക്കണം, കൂടുതൽ എഴുതണം. ഓൾ ദ വെരി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ഓക്കെ സർ. ഓക്കെ, ബൈ ടു ഓൾ. നല്ല ദിവസങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു.